രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ കൊടകര കുഴൽപ്പണ കേസിൽ രാഷ്ട്രീയം തൊടാതെ ഇ.ഡി. കുറ്റപത്രം സമർപ്പിച്ചു. കൊടകര കുഴൽപ്പണ കേസ് കുറ്റപത്രത്തെ സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പറയാനുള്ളത് അവരുടെ അധികാര പരിധിയിലെ വിശദീകരണം മാത്രമാണ്. കവർച്ചാ കേസാണ് പോലീസ് രജിസ്റ്റർ ചെയ്തതെന്നും അതിൽ സാധ്യമായതെല്ലാം അന്വേഷിച്ചിട്ടുണ്ടെന്നും ഇ.ഡി. ഉദ്യോഗസ്ഥർ പറയുന്നു. PMMLA നിയമപ്രകാരമാണ് ഇ.ഡി. പ്രവർത്തിക്കുന്നത്. അതിൽ പറയുന്നത് എന്തും അന്വേഷിച്ചെന്നും ഇ.ഡി. വ്യക്തമാക്കി. കവർച്ച നടന്നതിനു ശേഷം ആരൊക്കെ പണം കൈപ്പറ്റി, എന്തിനു വേണ്ടി ഉപയോഗിച്ചു, കള്ളപ്പണമായി മാറ്റിയോ സ്വത്തുക്കൾ വാങ്ങാൻ ഉപയോഗിച്ചോ തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്നത്. ഈ അന്വേഷണത്തിലാണ് പ്രതികളുടെ പേരിലുള്ള 12.88 ലക്ഷത്തിന്റെ സ്വത്ത് കണ്ടുകെട്ടിയത്. മോഷണം പോയത് കള്ളപ്പണമാണോ എന്ന് അന്വേഷിച്ചില്ലെന്നാണ് ഇ.ഡി. പറയുന്നത്. ഇതിനുള്ള അധികാരം തങ്ങൾക്കില്ലെന്നാണ് വിശദീകരണവും. കുഴൽപ്പണത്തിന്റെ ഉറവിടം അന്വേഷിക്കേണ്ടത് ആദായ നികുതി വകുപ്പെന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് ഇ.ഡി. കേസിൽ BJP നേതാക്കൾക്കെതിരായ തെളിവുകൾ പോലീസ് നൽകിയിട്ടില്ലെന്നാണ് ഇ.ഡിയുടെ വാദം. പണത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നത് ഇ.ഡിയുടെ പരിധിയിൽ വരുന്ന കാര്യമല്ല. അത് ആദായ നികുതി വകുപ്പാണ് അന്വേഷിക്കേണ്ടതെന്നും ഇ.ഡി വ്യക്തമാക്കി. കവർച്ച നടന്നതിനു ശേഷം പണം കള്ളപ്പണമായി വെളുപ്പിച്ചോ എന്നതാണ് തങ്ങളുടെ പരിധിയിൽ വരുന്നതെന്നും ഇ.ഡി പറഞ്ഞു. പോലീസിന്റെ റിപ്പോർട്ടിൽ ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കിയിട്ടില്ലെന്നും ഇ.ഡി പറയുന്നു. ധർമ്മരാജന്റെ മൊഴിയാണ് നിർണായകമായി മാറിയതെന്നും ഇ.ഡി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ധർമ്മരാജ് തന്നെ ഉറവിടം സംബന്ധിച്ച മൊഴി നൽകിയിട്ടുണ്ട്. ബിസിനസിന് വേണ്ടിയാണ് പണം കൊണ്ടുവന്നതെന്നാണ് മൊഴിയിൽ നിന്ന് വ്യക്തമാണെന്നും ഇ.ഡി വിശദീകരിക്കുന്നു. BJPയെ പ്രതിരോധത്തിലാക്കിയ കൊടകര കുഴൽപ്പണ കേസിൽ കഴിഞ്ഞ ദിവസമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചത്. BJPക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന കുറ്റപത്രം കലൂർ PMLA കോടതിയിലാണ് ഇ.ഡി സമർപ്പിച്ചത്. പണം എത്തിച്ചതിന് BJPക്ക് വേണ്ടിയാണെന്നതിന് തെളിവില്ലെന്നാണ് കുറ്റപത്രത്തിലെ വാദം. പണവുമായി BJPയെ ബന്ധിപ്പിക്കുന്ന ഒരു തെളിവും കണ്ടെത്താനായില്ലെന്നും ഒരു വ്യവസായ ആവശ്യത്തിനായി കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന പണമാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. പോലീസ് കണ്ടെത്തലുകളും അന്വേഷണ റിപ്പോർട്ടും പൂർണ്ണമായും തള്ളുന്ന കുറ്റപത്രത്തിൽ തുടരന്വേഷണം ആവശ്യമില്ലെന്നും പറയുന്നു. തുഷാർ വെള്ളാപ്പള്ളിയുടെ ട്രാവൻകൂർ ഹോട്ടലിന്റെ വസ്തു വാങ്ങാനായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയ പണമാണ് കൊള്ളയടിച്ചതെന്നാണ് ഇ.ഡി കണ്ടെത്തൽ. ധർമ്മരാജന്റെ മൊഴി മാത്രം വിശ്വാസത്തിലെടുത്താണ് ഈ നിഗമനം. 2021 ഏപ്രിൽ 3 പുലർച്ചെയാണ് കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിച്ച 3.5 കോടി രൂപ കൊടകരയിൽ വാഹനാപകടമുണ്ടാക്കി ഒരു സംഘം തട്ടിയെടുത്തത്. ഈ കേസിൽ സ്ത്രീകളടക്കം 22 പേരെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും 2 കോടിയോളം രൂപ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഒരു ഹൈവേ റോബറി കേസ് പോലെയാണ് കൊടകരയെ ഇ.ഡി കണ്ടതെന്നും വിമർശനം ശക്തമാണ്.